Hi, this is Hasina Hussain and welcome to my channel. ഇന്നത്തെ വീഡിയോ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. നിങ്ങൾ ഒരുപാട് ടോണർ മാർക്കറ്റ്സിൽ കണ്ടിട്ടുണ്ടാവും. നമുക്ക് 50 റുപ്പീസിൻ്റെ ടോണറും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബട്ട് ഇത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല, കുറച്ച് ഹൈ പ്രൈസ് ആണ്. ബട്ട് നമ്മുടെ ഫേസിൽ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് ഫേസ് ഡാമേജ് ചെയ്യുന്നതിന് പകരം നല്ലൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ വരെ ഞാൻ സെലക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെയാണ് റിവ്യൂ ചെയ്തത്. ഇത് കുറച്ച് ഒരു ഹൈ ബ്രാൻഡ് പ്രൊഡക്റ്റ് ആണ്. ദി പിക്സി ഗ്ലോ ടോണർ നെയിമിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗ്ലോ ടോണിക് ആണ്. ആൻഡ് ഈ പ്രൊഡക്റ്റ് നമുക്ക് ടോണർ മാത്രമായിട്ടുള്ള ഒരു ക്ലെൻസർ പോലെയും വളരെ ഹെൽപ്ഫുൾ ആവും. ഇത് നമ്മുടെ ഫേസിലുള്ള എക്സസ് ഓയിൽ റിമൂവ് ചെയ്യും, നമ്മുടെ പോർസ് ഡീപ്പിൽ നിന്ന് ക്ലെൻസ് ചെയ്യും, നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ചെയ്യാൻ നമുക്ക് ഈ പ്രൊഡക്റ്റ് വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ഡീപ്പായി ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഡെഡ് സ്കിൻ സെൽസ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ആയിട്ടാണ് അത് ചേഞ്ച് ആവുന്നത്. സോ ഈ ടോണർ നമുക്ക് അതെല്ലാം റിമൂവ് ചെയ്യും. ബട്ട് ഇതെല്ലാം പ്രോസസ്സ് എല്ലാ ടോണറും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ ടോണറും നമ്മുടെ ഫേസിലുള്ള എക്സസ് ഓയിൽ റിമൂവ് ചെയ്യും, ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്യും, ആൻഡ് നമ്മുടെ സ്കിൻ ഡീപ്പായി ക്ലിയർ ചെയ്യും. ബട്ട് ഈ ടോണറിന് എന്താണ് പ്രത്യേകത? ടോണർ ചെയ്യുന്ന അതേ പ്രോസസ്സാണ് ഈ ടോണറും ചെയ്യുന്നത്. ബട്ട് എല്ലാ ടോണറും നമുക്ക് 50 റുപ്പീസ്, 300, 500 എങ്കിൽ ഈ പ്രോഡക്റ്റ് നമുക്ക് എബോവ് 1500 ആണ്. സോ നമുക്കിതിൻ്റെ പ്രൈസ് ആൻഡ് ഈ പ്രൊഡക്റ്റിന് ഇത്രയും പ്രൈസ് എന്താണെന്നുള്ളത് നോക്കാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, പിക്സി സ്കിൻ ട്രീറ്റ്സ് ഗ്ലോ ടോണിക്. 5% ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള 100 മില്ലി പ്രൊഡക്റ്റാണിത്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1550 റുപ്പീസാണ് 100 മില്ലി ടോണറിന്. ആൻഡ് ഈ പിക്സി ടോണർ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റും കൂടിയാണ്. ആൻഡ് ഇതൊരു ട്രാവൽ ഫ്രണ്ട്ലി പാക്കേജിങ് കൂടിയാണ്, കാരണം ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് വരുന്നത്. ആൻഡ് ഇതൊരു സ്പ്രേ ടൈപ്പ് ബോട്ടിലല്ല. സോ അതുകൊണ്ട് നമുക്ക് ഈ ടോണർ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ കോട്ടൺ പാഡ് യൂസ് ചെയ്യണം. ആൻഡ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യുക, ആൻഡ് ഇൻഗ്രീഡിയൻസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ മസ്റ്റായി യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഗ്ലൈക്കോളിക് ആസിഡ്. ആൻഡ് ഈ പിക്സി ടോണറിൽ 5% ഗ്ലൈക്കോളിക് ആസിഡ് കണ്ടന്റ് ഉണ്ട്. സോ ഈ ടോണർ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ മെൻഷൻ ചെയ്യുന്നത് പോലെ നമുക്ക് എന്തായാലും AM PM ഈ പ്രൊഡക്റ്റ് ഒരുപോലെ യൂസ് ചെയ്യാൻ കഴിയില്ല. ആൻഡ് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ പ്രൊഡക്റ്റ് ആർക്കൊക്കെ സ്യൂട്ടബിൾ, എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതെല്ലാം ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ മുഴുവൻ കാണണം. സോ എന്തായാലും നിങ്ങൾ ചിലപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും മറക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഷെയർ ചെയ്യാൻ മറക്കരുത്. പിക്സി ഗ്ലോ ടോണിക് ടോണറിൽ നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്റ്റിൽ അടങ്ങിയിട്ടുള്ള ഇതിൽ ഗ്ലൈക്കോളിക് ആസിഡ് 5% ഗ്ലൈക്കോളിക് ആസിഡാണ് ഇതിലുള്ളത്. സോ ഇത് നമുക്കൊരു സ്കിൻ കെയർ ട്രീറ്റ്മെൻ്റ് ആയിട്ടും നമുക്ക് ഈ ടോണർ ഹെൽപ്ഫുൾ ആവും. ഈ പ്രൊഡക്റ്റ് നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ, നമ്മുടെ ബ്ലെമിഷസ് ആൻഡ് ആക്നി മാർക്സ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്യാൻ ഈ പ്രൊഡക്റ്റ് നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് അതിനുശേഷം വേണമെങ്കിൽ മോയ്സ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിൽ 8 പനി കിട്ടും. കാരണം ഇതിൽ ആസിഡ് കണ്ടന്റ് നമ്മുടെ സ്കിൻ സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. സോ സ്കിൻ ഡാമേജസ് വരാൻ ചാൻസസ്, പ്രത്യേകിച്ച് UV റേസിനുള്ള സ്കിൻ ഡാമേജസ് വരാനുള്ള ചാൻസസ് ഏറ്റവും കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് മസ്റ്റായി നിങ്ങളുടെ ഫേസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അതിനുശേഷം ഞങ്ങൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ മസ്റ്റായി സൺസ്ക്രീനും അപ്ലൈ ചെയ്തിരിക്കണം. ജസ്റ്റ് ഈ ടോണർ മാത്രം അപ്ലൈ ചെയ്ത് ഏതെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഫുൾ ഡാമേജ് ആവും. സോ നമ്മുടെ ഫേസ് നല്ലൊരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് നമ്മുടെ ഫേസിൽ ഡാമേജസ് ഒന്നും വരുത്താതിരിക്കണമെങ്കിൽ നമുക്കതിനുള്ള വഴികളും നമ്മൾ കണ്ടെത്തണം. നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നല്ലപോലെ നമ്മുടെ ഫേസ് ടോണർ, നമ്മുടെ കോട്ടൺ പാഡ് യൂസ് ചെയ്ത് നമ്മുടെ ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്യുക. ഇത് സ്പ്രേ ടൈപ്പ് ടോണർ അല്ല, അതുകൊണ്ട് ടോണർ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ കോട്ടൺ പാഡ് യൂസ് ചെയ്യണം. ആൻഡ് ടോണർ ഒരിക്കലും നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമുള്ള സ്കിന്നിൽ ടോണർ അപ്ലൈ ചെയ്യരുത്. ഇതിലടങ്ങിയിട്ടുള്ള 5% ഗ്ലൈക്കോളിക് ആസിഡ് നമ്മുടെ ആക്നിന് ഓപ്പോസിറ്റായി ഫൈറ്റ് ചെയ്യും. ഇത് സ്കിന്നിൽ നിന്ന് ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്യും, എക്സസ് ഓയിൽ റിമൂവ് ചെയ്യും, ക്ലോഗ് പോർസിനെല്ലാം ക്ലിയർ ഔട്ട് ചെയ്യും, ആക്നി ഇൻക്രീസ് ആവാതെ സ്കിൻ ടോപ്പർ ലെയറിൽ നിന്ന് ക്ലിയർ ചെയ്യും. ഹോർമോണൽ ചേഞ്ചസ് മീൻസ് മന്ത്ലി വരും 2 or 3 പിമ്പിൾസ് ഒക്കെ. ബട്ട് ആക്നി കൂടുതലെങ്കിൽ ഈ ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. അതുകൂടാതെ ഈ ടോണർ
നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ്, മെലാസ്മ, പിഗ്മെൻറ്റേഷൻ എല്ലാം ഡീപ്പർ ലെയറിൽ നിന്ന് റെഡ്യൂസ് ചെയ്യും. സോ ഇത്രയും അധികം സ്കിൻ കെയർ കണ്ടന്റ് ആഡഡ് ആയതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ പ്രൈസ് ആൻഡ് ഈ പ്രൊഡക്റ്റ് ഹൈ എൻഡ് ബ്രാൻഡ്സിൽ ആഡ് ആയിരിക്കുന്നത്. സോ നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ ബ്രൈറ്റനിങ് ചെയ്യാൻ ആൻഡ് ഹെൽത്തിയർ ഗ്ലോ ലുക്ക് നൽകാനായി നമുക്ക് ഈ പിക്സി ടോണർ ഹെൽപ്ഫുള്ളാണ്. ബട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് വീക്ക്ലി 2 or 3 ടൈംസ് മാത്രം. ആൻഡ് അത് ഈവനിങ് ആണെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനായി നമുക്ക് ഫോളോ ചെയ്യാം. മോർണിംഗ് ആണ് നിങ്ങളിത് യൂസ് ചെയ്യണമെങ്കിൽ മസ്റ്റായി മോയ്സ്ചറൈസറിന് ശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം SPF 50 അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ബട്ട് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ടോണർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ അങ്ങനെയാണ്. ബട്ട് നമ്മളുടെ ഈ പ്രൊഡക്റ്റ് നമ്മുടെ ഡെയിലി സ്കിൻ കെയർ റൊട്ടീനിൽ ഒരിക്കലും ആഡ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് അല്ല. ക്ലെൻസർ കഴിഞ്ഞിട്ട് നമ്മൾ ടോണറാണ് അപ്ലൈ ചെയ്യുന്നത്. ബട്ട് പിക്സി ഗ്ലോ ടോണിക് എന്ന് പറയുന്ന ഈ ടോണർ നമുക്ക് വീക്ക്ലി 3 ടൈംസ് മാത്രമാണ് സ്യൂറ്റബിൾ. അതിനും കൂടുതൽ ഈ പ്രൊഡക്റ്റ് ഒരിക്കലും സ്യൂറ്റബിൾ അല്ല. നിങ്ങളിപ്പോൾ ഒരുപാട് മേക്കപ്പ് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ബ്രൈഡൽ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അവ എല്ലാവരും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ പ്രൊഡക്റ്റ് തന്നെയാണ്. ബ്രൈഡ്സിന് നമുക്ക് യൂസ് ചെയ്യാം. ഗ്ലോ ടോണിക് അപ്ലൈ ചെയ്ത ശേഷം മസ്റ്റായി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അതിനുശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരിക്കലും ബ്രൈഡ്സിന് വൈറ്റ് കാസ്റ്റിംഗ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യരുത്. നമ്മൾ വൈറ്റ് കാസ്റ്റിംഗ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തത് നമ്മൾ ഹൈ എൻഡ് ഫൗണ്ടേഷൻ ആൻഡ് അതർ മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൈറ്റിഷ് ലുക്കാണ് നമുക്ക് ക്രിയേറ്റ് ആവുന്നത്. അതുകൊണ്ട് ബ്രൈഡ്സിന് യൂസ് ചെയ്യുന്നത് ഈ ടോണർ യൂസ് ചെയ്ത ശേഷം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത ശേഷം ജസ്റ്റ് നോർമൽ സൺസ്ക്രീൻ SPF 50 ആയിരിക്കണം. ബട്ട് നിങ്ങൾക്കും സൺസ്ക്രീൻ നിർബന്ധമെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ബട്ട് ഒരിക്കലും വൈറ്റ് കാസ്റ്റിംഗ് സൺസ്ക്രീൻ ബ്രൈഡ്സിന് യൂസ് ചെയ്യരുത്. ആൻഡ് നമ്മൾ പുറത്ത് പോകണമെങ്കിൽ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ഏത് സൺസ്ക്രീൻ വേണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തന്നെ അപ്ലൈ ചെയ്യാം. നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ പിക്സി ഗ്ലോ ടോണിക് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ഇൻക്രീസ് ചെയ്യാനും നല്ലൊരു ഗ്ലോ ഇൻക്രീസ് ചെയ്യാനാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഹെൽപ്ഫുൾ ആവുന്നത്. ഈ പ്രൊഡക്റ്റ് ആക്ച്വലി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന, നോർമൽ എല്ലാവർക്കും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിൻ കെയർ ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ ടോണറാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വീക്ക്ലി 3 ടൈംസ് യൂസ് ചെയ്യാം. ഏറ്റവും സ്യൂറ്റബിൾ നൈറ്റാണ്. നൈറ്റ് എങ്കിൽ നമ്മുടെ സ്കിൻ റിപ്പയർ ചെയ്യാൻ, ക്ലിയർ ചെയ്യാൻ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഹെൽപ്ഫുൾ ആവും. ബട്ട് വീക്ക്ലി 2 or 3 ടൈംസ് മാത്രം. ബ്രൈഡ്സിനെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. നമ്മൾ മോർണിംഗ് നോർമൽ നമ്മളെല്ലാവരും മോർണിംഗ് ആണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ ആൻഡ് മസ്റ്റായി സൺസ്ക്രീൻ യൂസ് ചെയ്തിരിക്കണം. ആൻഡ് ഈ പ്രൊഡക്റ്റ് ഒരിക്കലും സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് ഒരിക്കലും ഈ പ്രൊഡക്റ്റ് സ്യൂറ്റബിൾ അല്ല. സോ പിക്സി ഗ്ലോ ടോണിക് ടോണറിൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.